അങ്ങനെ ലിൻ തോമസ് ചോക്ലേറ്റ് മ്യൂസിയം കാണാനായിട്ട് നമ്മൾ ബാഗൊക്കെ ലോക്കറിൽ വെച്ച് പൂട്ടി അവിടുത്തെ ഓഡിയോ ഗൈഡ് ഡിവൈസൊക്കെ എടുത്ത് മുകളിലേക്ക് പോവുകയാണ്. പല പല ലാംഗ്വേജിലായിട്ട് നമുക്ക് ഈ ഗൈഡ് അവൈലബിൾ ആണ് കേട്ടോ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ആ ഒരു ഓഡിയോ ഗൈഡ് ഡിവൈസിലൂടെ കേൾക്കാൻ പറ്റും. അവരുടെ റോ മെറ്റീരിയൽസിനെ പറ്റിയിട്ടും ആ ഒരു ജേണിയും അവരുടെ ഹിസ്റ്ററിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഓഡിയോസ് നമുക്കിഷ്ടമുള്ള അത്ര നേരം നിന്ന് കേൾക്കാമായിരുന്നു. അത് ശരിക്കും നല്ലൊരു ഫെസിലിറ്റി ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് ഒരു ഗൈഡ് പോലത്തെ ആൾ വന്നിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡായിരുന്നു. ഈ ഒരു ചോക്ലേറ്റ് ടേസ്റ്റിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഒക്കെ നല്ല മൗത്ത് മെൽറ്റിംഗ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇതുപോലെ ഡിഫറെൻറ്റ് ചോക്ലേറ്റ് ബാൾസിൻ്റെ സാമ്പിൾസും നല്ല ഹൈജീനിക് ആയിട്ടുള്ളൊരു മെത്തേഡിൽ തന്നെയായിരുന്നു അവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാമ്പിൾസ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറേ റോ മെറ്റീരിയൽസിൻ്റെ ഡിസ്പ്ലേയും നമുക്ക് ഡിഫറെൻറ്റ് ലിൻഡോർ ചോക്ലേറ്റ്സിൻ്റെ സാമ്പിൾസ് ടേസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന കൗണ്ടേഴ്സും അവിടെ നിന്ന് ചോക്ലേറ്റ്സൊക്കെ കളക്ട് ചെയ്ത് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ മുകളിലത്തെ വ്യൂവിൽ നിന്ന് എടുത്ത് അങ്ങനെ അതുവഴി നടക്കുമ്പോൾ അത് അവിടെ വീണ്ടും ചോക്ലേറ്റ് സാമ്പിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നമ്മൾ താഴത്തെ ഷോപ്പിലും കൂടി ഒന്ന് കയറി. അവിടം വരെ ചെന്നിട്ട് ആ ഒരു ഷോപ്പിൽ കയറാതെ പോകാൻ തോന്നിയില്ല. അങ്ങനെ താഴത്തുനിന്ന് ഷോപ്പിൽ നിന്നും കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങി അങ്ങനെ പതിയെ ലിൻ തോമസ് ചോക്ലേറ്റിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി.